എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് ആ വിഡ്ഢികളോട് എനിക്ക് പറയാനുള്ളത്, അവരവരെ സ്വന്തം വാർഡിൽ മത്സരിച്ച എത്ര വോട്ട് കിട്ടുന്നില്ലത് അവർക്ക് സ്വന്തം ചിന്തിച്ചറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. അപ്പോ നിയമസഭാ പോര് കടുക്കുകയാണ്. വേനൽ ചൂടിനെ വെല്ലുന്ന ചൂടിലേക്കാണ് നിയമസഭാ പോരാട്ടം കടുക്കുന്നത്. പെരിന്തൽമണ്ണയിൽ UDFന്റെയും LDFന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങി. ഇതിനിടക്കാണ് UDFിൽ, അതായത് അവർക്ക് ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുന്നത് കേൾക്കുന്നത്. പച്ചീരി സുബൈർ, അദ്ദേഹം കോൺഗ്രസിന്റെ ഇപ്പൊ നേതാവ്, INTUC ഒക്കെ നേതാവൊക്കെയാണ്. അങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ പല ആളുകളും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു റിവല് വരുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു റിവല് വരുന്നു എന്ന് ഇങ്ങനെ പ്രചാരണം നടക്കുന്നുണ്ട്. വല്ല വാസ്തവമുണ്ടോ പച്ചീരി സുബൈർ? ഞങ്ങള് MLA ആയിട്ട് ഒരു വട്ടം ചർച്ച കഴിഞ്ഞതാണ്. അപ്പൊ മൂപ്പര് നമ്മളെ പാർട്ടി ലെവലിൽ, ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അതുപോലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഓരോ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിലും INTUCയിലും കോൺഗ്രസിലും ഒക്കെ പുറത്തായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഈ ഇലക്ഷന്റെ മുമ്പായി തിരിച്ചെടുക്കണം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇന്നും MLA അന്ന് രാത്രി ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളൊരു MLA ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടിക്കാലം മുതൽ നമ്മളേതാ പ്രസ്ഥാനമെന്നും നമ്മളെ പ്രവർത്തനം എന്താണെന്നും ഈ നാട്ടിലെ ഓരോ പാർട്ടി നേതാക്കൾക്കും അറിയാം. അത് CPM ആണേലും BJP ആണേലും ലീഗ് ആണേലും കോൺഗ്രസ് ആണേലും എല്ലാ പാർട്ടി നേതാക്കൾക്കും പച്ചീരി സുബൈർ എന്താന്നുള്ളത് ശരിക്കും അറിയാം. എൻ്റെ ജീവിത ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അറിയാത്ത ആരുമില്ല പെരിന്തൽമണ്ണയിൽ. ഞാൻ ഒരുപാട് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ ഒരുപാട് ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് കേസും ഇതൊക്കെ ആയിട്ട് അനുഭവിച്ച് 1.5 കൊല്ലം 2 കൊല്ലം ഒളിവിൽ പോയ വ്യക്തിയാണ് ഞാൻ. അതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഓരോ കേസ് പരിശോധിച്ചാൽ അറിയാം. ഈ നാട്ടിലെ ഓരോ പ്രവർത്തകർക്ക് ഒരു ഇത് വരുമ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് എവിടെയും കയറി ഇടപെടലും ഏത് ഓഫീസിലും എന്റെ കൂടല്ലോലെ സംരക്ഷിക്കൽ എന്റെ ബാധ്യത. അതാണല്ലോ രാഷ്ട്രീയം. നമ്മളെ കൂടല്ലോലെ സംരക്ഷിക്കണം. ഇപ്പൊ ഒരു ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ എന്തായാലും UDF ഇവിടെ ജയിച്ചേ പറ്റുള്ളൂ. ഇവിടെ നല്ല ഒരു MLA ആണ് ഇപ്പൊ ഉള്ളത്. ഈ MLA എന്തായാലും ഇവിടെ ജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. അതിന് നമ്മൾ മൂപ്പരെ കൂടെ ഉണ്ടാവും. അതിന് വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് ആ വിഡ്ഢികളോട് എനിക്ക് പറയാനുള്ളത്, അവരവരെ സ്വന്തം വാർഡിൽ മത്സരിച്ച എത്ര വോട്ട് കിട്ടുന്നില്ലത് അവർക്ക് സ്വന്തം ചിന്തിച്ചറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. ഈ കോൺഗ്രസിലെ നേതാക്കൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? അവരവരെ സ്വന്തം വാർഡിൽ മത്സരിക്കട്ടെ. എന്തുകൊണ്ട് ഓരോരുത്തരുടെ വാർഡും ഇപ്പൊ ഈ ഇലക്ഷൻ തന്നെ പരിശോധിച്ചറിയാം. ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിന്റെ വാർഡ് പരിശോധിച്ചറിയാം, ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാർഡ് പരിശോധിച്ചറിയാം, ഇവിടെ മണ്ഡലം പ്രസിഡന്റിന്റെ വാർഡ് പരിശോധിച്ചറിയാം. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 37 വാർഡിൽ ഏത് വാർഡിൽ ഞാൻ പോയി മത്സരിച്ചാലും 3-ാം സ്ഥാനത്തേക്ക് പോകില്ലെന്നില്ല നല്ല ഉറപ്പിനൊക്കെ ഉണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ 3 തവണ മത്സരിച്ചു. അത് 3 തവണ മത്സരിച്ച 3 വാർഡാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിച്ചത്, അന്ന് എന്നെ കോൺഗ്രസ് പാർട്ടിയാണ് എന്നെ തോൽപ്പിച്ചത്, CPM അല്ല. കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി കൈപ്പത്തിക്ക് 4-ാം സ്ഥാനത്ത് വന്ന 80 വോട്ടാണ്. ഇക്കുറി ഞാൻ മത്സരിച്ചത് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണ മാഷ് CPMന്റെ നേതാവാണ്. ആ നേതാവിനെതിരെ മത്സരിക്കാൻ ഇവിടെ ആര് തയ്യാറാവും? ഞാൻ ഏത് 3 തവണയും മത്സരിച്ചത് കിട്ടാത്ത വാർഡ് CPMന്റെ ഉറച്ച കോട്ടയിലാണ്. ആ കോട്ട പൊളിച്ചടിക്കുന്നുള്ളത് ഇലക്ഷന്റെ അന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോ ഉണ്ണികൃഷ്ണ മാഷ് അന്ന് വെല്ലുവിളിച്ച് പിന്നെ ചാനലിനോട് അഭിമുഖം കൊടുക്കണ്ടല്ലോ. 350 വോട്ട് ലീഡ് ഉണ്ടാവുന്നല്ലേ പറയണേ. ഭൂരിപക്ഷം കൂട്ടാനാണ് മത്സരം എന്നാ പറഞ്ഞത്. ആ 350 വോട്ട് ലീഡ് ഉണ്ടെന്ന് പറഞ്ഞ വാർഡിൽ 7 വോട്ടിനെങ്കിലും ഞാൻ ജയിച്ചു എന്നുള്ളത്, അത് എന്റെ പാവപ്പെട്ട ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്, ആ ഒരു നന്ദിയും കടപ്പാടും എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടുത്തെ നേതൃത്വം, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നേതൃത്വം താങ്കൾക്കെതിരെ പടയൊരുക്കം നടത്തുക, താങ്കളെ പുറത്താക്കുക, താങ്കളെ ഇപ്പൊ താങ്കളുടെ സംസാരത്തിന് താങ്കളെ ഒതുക്കുക എന്നൊക്കെ പറയും പച്ച മലയാളത്തിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്കൊരു താങ്കളോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നത്? അത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രവർത്തനം കൊണ്ട് എന്റെ കൂടെ എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. പെരിന്തൽമണ്ണയിൽ ഇന്നും കോൺഗ്രസിന് ഒരു ഓഫീസ് ഇല്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു സത്യം. എനിക്കൊക്കെ ഒരുപാട് സങ്കടം ഉണ്ട് അതില്. ഞാൻ ഇവിടെ തേക്കുംകോട് 40-40 വർഷം മുമ്പ് ഒരു 2 സെന്റ് ഭൂമി വാങ്ങി പാർട്ടിക്ക് ഓഫീസ് ഉണ്ടാക്കാൻ വാങ്ങി ഇട്ട ഭൂമി, അത് INTUC ഓഫീസാക്കി കയറ്റിയത് ഞാനാണ്. ഇന്ന് ഈ നേതാക്കളായി പോയിട്ട് ആ കസാലയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്റെ സ്വന്തമായിട്ട് ഒരു ഓഫീസിന് 4 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. 3 കുടിവെള്ള പദ്ധതി INTUCന്റെ ഇവിടെ വന്നാൽ കാണിച്ചു തരാം. ഇവിടെ ഒരു 3 കോളനിയില് കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാണ്. ഓരോ വീടിനും പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ നമ്മളെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതൊന്നും ഞാൻ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു ഇടപെടട്ടെ, എന്തുകൊണ്ടാണ് താങ്കളെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം, INDUC കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യം? അത് ഈ പറഞ്ഞ നേതാക്കൾക്ക് താങ്കളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കും. പുറത്താക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ 14-ാം വാർഡ് സ്കൂളും പടി വാർഡിൽ മത്സരിക്കാം. എന്റെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട ആര്യാടൻ അന്ന് ജീവിച്ചിരിക്കുന്ന സമയമാണ്. മൂപ്പര അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ആ വാർഡിൽ നോമിനേഷൻ കൊടുക്കാൻ പോയത്. നീ മത്സരിച്ച സുബൈർ എന്ന് എന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാറാണ്. അതിലും വലിയൊരു നേതാവ് പെരിന്തൽമണ്ണയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്കെതിരെ നിർബന്ധം CPM-ന്റെ ഒക്കെ ഒന്ന് കാശ് വാങ്ങിയിട്ട് എനിക്കെതിരെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആ വാർഡിൽ വന്ന് പ്രസംഗിക്കുക. മഞ്ഞലാവി അലി സാഹിബ്, സൂഫി സാഹിബ്, ഒരു നേതൃത്വപ്പട. എനിക്കന്നില്ലത് 4 പാവങ്ങളും ഞാനാ. എന്നാലും ഞാനവിടെ CPM-നോട് അന്ന് ഉണ്ണികൃഷ്ണൻ മാഷോട് തോറ്റത് 51 വോട്ടിനാ. മറിച്ച് അന്ന് കൈപ്പത്തി 80 വോട്ട കിട്ടിയ 4-ാം സ്ഥാനത്തെ കൈപ്പറ്റി വന്നത്. 3-ാം സ്ഥാനത്ത് BJP 159 വോട്ട് പിടിച്ചു. അതിന്റെ പിന്നിലേക്ക് പോയി കോൺഗ്രസ്. അതിന്റെ ബാക്കില് 4-ാം സ്ഥാനത്ത് 80 വോട്ട കിട്ടിയത്. ഇത് പാർട്ടിക്ക് വളരെ ക്ഷീണം ചെയ്യുന്ന കാര്യല്ലേ? അപ്പൊ ആ ഒരു വൈരാഗ്യം കൂടിയൊക്കെ നിങ്ങളോട് ഉണ്ടാവൂല്ലേ? അതിന് എന്നോട് വൈരാഗ്യപ്പെട്ടു ജനങ്ങൾ. എനിക്ക് എവിടെ നിന്നാലും ഞാൻ ഇപ്പൊ വെല്ലുവിളിച്ച് പറയണ, ഈ പ്രദേശത്ത് എവിടെ നിന്നാലും എനിക്ക് 2-3-ാം സ്ഥാനത്തേക്ക് ഞാൻ പോവില്ല. CPM-ന്റെ ഏത് കോട്ടയിലും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഞാൻ 3-ാം സ്ഥാനത്തേക്ക് പോവില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. നജീബ് കാന്തപുരം UDF-ന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം ഇവിടെ നല്ലൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി താങ്കളുടെ പരിശ്രമം ഉണ്ടാവുമെന്ന് പ്രവർത്തകർ വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റാവും? ഈ നാട്ടിലെ പ്രവർത്തകരെ കൂടെ നമ്മൾ അടിയുറച്ചുണ്ടാവും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ കുട്ടിക്കാലം മുതലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ UDF-ന് വേണ്ടി പ്രവർത്തിച്ച് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരിക്കലും UDF-ന് എതിരായിട്ട് ഇന്ന് വരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ തയ്യാറുമല്ല. ഈ MLA എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു MLA ആയിട്ട് ഇടതുപക്ഷ മന്ത്രിയാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കണം മൂപ്പർക്ക്. അപ്പൊ അവരെന്നെ അംഗീകരിച്ചിട്ടില്ലേ? പിന്നെ അങ്ങനത്തെ ഒരു MLA-നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇത്രയും നല്ലൊരു MLA ഏത് കുട്ടികൾ ഇപ്പൊ ഇവിടെ ഒരുപാട് കോളേജും എല്ലാം പിടിച്ചടക്കിയ മൂപ്പരിവിടെ വന്നതിന് ശേഷം എല്ലാ പഞ്ചായത്ത് പിടിച്ചു, മുനിസിപ്പാലിറ്റി പിടിച്ചു. ഇതിന്റെ ഒക്കെ പിന്നിൽ ബഹുമാനപ്പെട്ട MLA ആണ്. അതിന് യാതൊരു സംശയമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജയത്തിന് വേണ്ടി താങ്കളുടെ പരിശ്രമം, താങ്കളുടേതായ ഒരു ശ്രമം കൂടി ഉണ്ടാവുമെന്ന് പ്രവർത്തകർ കരുതിയാൽ അതിൽ തെറ്റുണ്ടെന്നാണ് എന്റെ ചോദ്യം. ഞങ്ങളെ പ്രശ്നം ഇന്ന് തീർക്കുന്നില്ല പ്രതീക്ഷയിലാണ്. ആ പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ കുടുംബസമേതം ഈ MLA-നെ ജയിപ്പിക്കാൻ ഞങ്ങൾ കുടുംബസമേതം കൂടെ ഉണ്ടാവും. ഒരു സംശയമില്ല. അപ്പൊ ഈ രണ്ടുപേരും കുടുംബവും UDF നജീബ് കാന്തപുരത്തിന്റെ വിജയത്തിന് വേണ്ടി പൂർണ്ണമായിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം എല്ലാവർക്കും ഉറപ്പ് നൽകുന്നത്. ചില പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസം കൂടി അദ്ദേഹത്തിനുണ്ട്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.